സ്ലൈഡ് ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ക്ലിപ്സ് ഞാൻ ടൈം ലൈനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നമ്മുടെ എഫക്ട്സ് പാനിലേക്ക് വരുന്നു. അതിനുശേഷം ഇവിടെ സെർച്ച് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനിൽ ഞാൻ സ്ലൈഡ് എന്ന് സെർച്ച് ചെയ്യുന്നു. സെർച്ച് ചെയ്തതിനു ശേഷം ആ ഒരു ട്രാൻസിഷൻ ഞാൻ നമ്മുടെ ഫസ്റ്റത്തെ ഈ 2 ക്ലിപ്സിന് മിഡിലായിട്ട് ആഡ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഞാൻ ആ ഒരു ട്രാൻസിഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ റൈറ്റ് സൈഡിലെ ഇൻസ്പെക്ടർ പാനലിലേക്ക് വരുന്നു. അതിനുശേഷം ഇവിടെ പ്രീസെറ്റ് സ്ലൈഡ് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് കിടക്കുന്നത്. അത് ഞാൻ ചേഞ്ച് ചെയ്തിട്ട് സ്ലൈഡ് ടോപ്പ് ടു ഡൗൺ കൊടുക്കുന്നു. അതിനുശേഷം മോഷൻ ബ്ലർ ഞാൻ കൂട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ടല്ലേ, ഇത് നണ്ണാണ് കിടക്കുന്നത്. ഇത് ഞാൻ ഇൻ ആൻഡ് ഔട്ട് കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ ആൾട്ട് ഹോൾഡ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കോപ്പി എടുത്ത് ബാക്കിയുള്ള ക്ലിപ്സിലേക്കും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഇതുപോലുള്ളൊരു സ്ലൈഡ് ട്രാൻസിഷൻ കിട്ടുന്നതാണ്. സിനിമാറ്റിക് ഗ്ലോ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ക്ലിപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കളർ ടാബിലേക്ക് പോകുന്നു. കളർ ടാബിലേക്ക് പോയതിന് ശേഷം നമ്മുടെ നോഡ് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ നമ്മുടെ എഫക്ട്സ് പാനിലേക്ക് പോകുന്നു. പോയതിന് ശേഷം അവിടെ ഞാൻ ഗ്ലോ ഒന്ന് സെർച്ച് ചെയ്യുന്നു. അതിനുശേഷം ഈ ഗ്ലോ എന്ന് പറഞ്ഞ ഈ ഒരു എഫക്റ്റ് നമ്മുടെ നോഡിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ആഡ് ചെയ്തതിന് ശേഷം ഷൈൻ ത്രെഷോൾഡ് ഞാനൊന്ന് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. സ്പ്രെഡിൻ്റെ വാല്യൂ ഞാൻ ഒരു 1 ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം താഴേക്ക് വന്നാൽ നമുക്ക് ഈ ഒരു ഗ്ലോവിൻ്റെ കളറ് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഒപ്പാസിറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് നമുക്ക് ഈ ഒരു ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലുള്ളൊരു സിനിമാറ്റിക് ഗ്ലോ എഫക്റ്റ് കിട്ടുന്നതാണ്. സൂം എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എഫക്ട്സ് പാനിലേക്ക് പോയതിന് ശേഷം ഇവിടെ സെർച്ച് ബോക്സിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് എന്ന് സെർച്ച് ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് നമ്മുടെ ടൈം ലൈനിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം അതിനുശേഷം എഫക്ട്സ് പാനിലേക്ക് വീണ്ടും പോയതിന് ശേഷം ട്രാൻസ്ഫോം എഫക്റ്റ് എന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ ട്രാൻസ്ഫോം എഫക്റ്റ് നമ്മുടെ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഒരു പ്ലേ ഹെഡ് സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്ക് കൊണ്ടുവച്ചതിന് ശേഷം നമ്മുടെ ഇൻസ്പെക്ട് പാനലിലേക്ക് വന്നതിന് ശേഷം ഇവിടെ സൂമിൻ്റെ വാല്യൂ 1ൽ ഒരു കീ ഫ്രെയിം കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ലാസ്റ്റ് ഫ്രെയിമിൽ വന്നിട്ട് ഈ ഒരു സൂമിൻ്റെ വാല്യൂ 2 ആയിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഇവിടെ അനിമേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിലേക്ക് വന്നതിന് ശേഷം മോഷൻ ബ്ലർ കൂട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് ആൾട്ട് ഹോൾഡ് ചെയ്ത് കോപ്പി എടുത്ത് ബാക്കിയുള്ള ക്ലിപ്സിന് മുകളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം പ്ലേ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലുള്ളൊരു സൂം എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മുടെ ടൈം ലൈനിലേക്ക് നമ്മുടെ ക്ലിപ്സ് ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ എഫക്ട്സ് പാനിലേക്ക് വന്നതിന് ശേഷം സെർച്ച് ബോക്സിൽ വന്നിട്ട് ഷേക്ക് എന്ന് സെർച്ച് ചെയ്യുക. ഷേക്ക് എന്ന് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ ക്യാമറ ഷേക്ക് എന്ന് പറഞ്ഞൊരു പ്രീസെറ്റ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് ഡ്രാഗ് ചെയ്ത് നമ്മുടെ ഈ ക്ലിപ്സിന് ട്രാൻസിഷൻ വരുന്ന ഏരിയയിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം ഈ ഒരു ട്രാൻസിഷൻ സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലെ ഇൻസ്പെക്ട് പാനിലേക്ക് വരിക. ഇവിടെ വന്നതിന് ശേഷം ബ്രൈറ്റ്നെസ്സിൻ്റെ വാല്യൂ കൂട്ടിയിട്ട് കൊടുക്കുക. ഞാനിവിടെ ബ്രൈറ്റ്നെസ് 1 ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം റിഫ്രാക്ഷൻ വാല്യൂസ് എല്ലാം 0ലേക്ക് ചേഞ്ച് ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു ട്രാൻസിഷൻ ആൾട്ട് ഹോൾഡ് ചെയ്ത് കോപ്പി എടുത്ത് ബാക്കിയുള്ള ക്ലിപ്സിലേക്ക് ആഡ് ചെയ്യുന്നു. അങ്ങനെ ഇതുപോലുള്ളൊരു ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ്.